ഇന്ന് ഷെയർ ചെയ്യുന്നത് 3 ഡേഞ്ചറസ് സെറ്റിംഗ്സ് ഇൻ യുവർ സ്മാർട്ട് ഫോൺ. നമ്മുടെ സ്മാർട്ട് ഫോണുകളിൽ അപകടകരമായിട്ടുള്ള 3 സെറ്റിംഗ്സിനെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ. ഇതിൽ ചില സെറ്റിംഗ്സ് നിങ്ങൾ ഓൺ ആക്കണം, ചിലത് ഓഫ് ചെയ്യണം. അപ്പൊ അത് വിശദമായിട്ട് നമുക്ക് വീഡിയോയിലേക്ക് പോവാം. ഇൻസ്റ്റാഗ്രാമിലൂടെയാണ് നമ്മുടെ വീഡിയോ കാണുന്നതെങ്കിൽ നമ്മുടെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് ഒന്ന് ഫോളോ ചെയ്യുക. യൂട്യൂബിലൂടെയാണെങ്കിൽ ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഇതിനുവേണ്ടി ഫോണിലെ ഗൂഗിൾ ക്രോം ആണ് ഞാനിവിടെ ഓപ്പൺ ചെയ്യുന്നത്. ഗൂഗിൾ ക്രോം ഓപ്പൺ ചെയ്തു. അതിനുശേഷം ഇതിന്റെ റൈറ്റ് സൈഡിൽ കാണുന്ന 3 ഡോട്ടിൽ ക്ലിക്ക് ചെയ്യുക. തുടർന്ന് വരുന്ന സ്ക്രീനിൽ നിങ്ങൾ സെറ്റിംഗ്സ് സെലക്ട് ചെയ്യുക. സെറ്റിംഗ്സ് സെലക്ട് ചെയ്യുന്നു. അപ്പോൾ ഇതുപോലൊരു ഓപ്ഷൻ വന്നിട്ടുണ്ട്. ഇതിൽ നിങ്ങൾ പ്രൈവസി ആൻഡ് സെക്യൂരിറ്റി സെലക്ട് ചെയ്യുക. ഇതിൽ ക്ലിക്ക് ചെയ്യുന്നു. തുടർന്ന് വരുന്ന സ്ക്രീനിൽ ആഡ്സ് പ്രൈവസിയുടെ താഴെയായിട്ട് ഡു നോട്ട് ട്രാക്ക് എന്നൊരു ഓപ്ഷൻ കാണാൻ സാധിക്കും. ഇതിൽ ക്ലിക്ക് ചെയ്യുക. ഇപ്പൊ ഇവിടെ ഈ ഓപ്ഷൻ ഇവിടെ ഓഫ് ആയിട്ടാണ് കാണുന്നത്. ഡീറ്റെയിൽ ആയിട്ട് അതിനെക്കുറിച്ച് എഴുതിയിട്ടുണ്ട്. ഇത് നിങ്ങൾ ഇവിടെ ഓൺ ആക്കുക. ഇത് എന്തിനെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ഏതെങ്കിലും വെബ്സൈറ്റിലോ അല്ലെങ്കിൽ ഏതെങ്കിലും പേജൊക്കെ സന്ദർശിക്കുന്ന സമയത്ത് റെക്കമെൻഡ് ആയിട്ട് കുറെ ആഡുകളും കുറെ സൈറ്റുകളൊക്കെ ഇതിലേക്ക് വരുന്നതാണ്. റെക്കമെൻഡ് ചെയ്യുന്നതാണ് കുറെ ആഡുകളും കുറെ വെബ്സൈറ്റുകളൊക്കെ. ഇത് ഓഫ് ആയിട്ടാണ് കിടക്കുന്നതെങ്കിൽ നമ്മുടെ ഡാറ്റകൾ ട്രാക്ക് ചെയ്യാനുള്ള പെർമിഷൻ ആണ് നമ്മൾ ഇവിടെ കൊടുത്തിരിക്കുന്നത്. അതുകൊണ്ട് നിർബന്ധമായിട്ട് നിങ്ങൾ ഇത് ഓൺ ആക്കി ഇടുക. ഈ ഡു നോട്ട് ട്രാക്ക് നമ്മൾ ഓഫ് ചെയ്തിട്ട് കഴിഞ്ഞാൽ നമ്മുടെ ഡാറ്റകൾ മിസ്യൂസ് ചെയ്യുന്നതാണ്. അപ്പോൾ ഡാറ്റകൾ ട്രാക്ക് ചെയ്യാതിരിക്കാൻ വേണ്ടി ഈ ഒരു ഓപ്ഷൻ ഡു നോട്ട് ട്രാക്ക് നിങ്ങൾ ഓൺ ആക്കി ഇടുക. അപ്പൊ നിർബന്ധമായിട്ട് നമ്മുടെ ഫോണിൽ ചെയ്യേണ്ട ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള സെറ്റിംഗ്സ് ആണിത്. ഇനി നമുക്ക് അടുത്ത സെറ്റിംഗ്സിലേക്ക് പോകാം. അടുത്ത സെറ്റിംഗ്സ് ആണ് ഫോണിലെ ഗൂഗിൾ ക്രോം വീണ്ടും ഓപ്പൺ ചെയ്യുക. ഓപ്പൺ ചെയ്ത ശേഷം ഇതിന്റെ റൈറ്റ് സൈഡിലുള്ള 3 ഡോട്ട് ലൈനിൽ ക്ലിക്ക് ചെയ്ത ശേഷം ഇവിടെ നിങ്ങൾ സെറ്റിംഗ്സ് സെലക്ട് ചെയ്യുക. സെറ്റിംഗ്സ് ഞാൻ ക്ലിക്ക് ചെയ്യുന്നു. സെറ്റിംഗ്സിന്റെ താഴ്ഭാഗത്തേക്ക് പോന്നു കഴിഞ്ഞാൽ ഇവിടെ സൈറ്റ് സെറ്റിംഗ്സ് എന്ന് കാണാൻ സാധിക്കും. ഇതിൽ ക്ലിക്ക് ചെയ്യുക. തുടർന്ന് വരുന്ന സ്ക്രീനിൽ നിങ്ങൾ കുറച്ച് താഴ്ഭാഗത്തേക്ക് പോന്നു കഴിഞ്ഞാൽ ജാവ സ്ക്രിപ്റ്റിന്റെ തൊട്ട് താഴെയായിട്ട് പോപ്അപ്സ് ആൻഡ് റീഡയറക്ട് എന്ന് കാണാൻ സാധിക്കും. ഇതിൽ ക്ലിക്ക് ചെയ്യുക. ഈ ഒരു ഓപ്ഷൻ ഇവിടെ എനേബിൾ ആയി കിടക്കുവാണ്. ഇത് നിങ്ങൾ ഇപ്പോൾ തന്നെ ഓഫ് ചെയ്യുക. ഇത് എനേബിൾ ആയി കിടന്നു കഴിഞ്ഞാൽ നിങ്ങൾ ഗൂഗിൾ ക്രോമിലോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും വെബ്സൈറ്റിലോ സൈറ്റിലെല്ലാം നിങ്ങൾ കയറുന്ന സമയത്ത് സന്ദർശിക്കുന്ന സമയത്ത് ഒരുപാട് പോപ്പപ്പ് ആയിട്ടുള്ള നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് വരും. ഒരുപാട് ആഡ്സ് വരാറുണ്ട്. അപ്പോൾ പല സൈറ്റിൽ നിന്നുള്ള ആഡുകളാണ് ഇതുപോലെ വരുന്നത്. ഈ പോപ്പപ്പ് സൈറ്റ് വരുന്ന നോട്ടിഫിക്കേഷനിൽ കൂടുതലും ഫോട്ടോ വെച്ചുള്ള അശ്ലീലമായിട്ടുള്ള ഫോട്ടോകളാണ് കൂടുതലും ഇതിൽ വരുന്നത്. ഈ പോപ്പപ്പ് സൈറ്റിലുള്ള നോട്ടിഫിക്കേഷൻ ഒരു സൈറ്റിൽ നിന്നും വരാതിരിക്കാൻ വേണ്ടി ഈ ഓപ്ഷൻ നിങ്ങൾ ഡിസേബിൾ ചെയ്ത് കഴിഞ്ഞാൽ അവിടെ ബ്ലോക്ക് ആവുന്നതാണ്. ഇതും വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു സെറ്റിംഗ്സ് ആട്ടോ ഫോണിൽ. അടുത്ത സെറ്റിംഗ്സ് എന്ന് പറയുന്നത് അടുത്തത് നമ്മൾ ഫോണിലെ സെറ്റിംഗ്സ് ആണ് ഓപ്പൺ ചെയ്യേണ്ടത്. ഗൂഗിൾ ക്രോമിലെ അല്ല, ഫോണിലെ സെറ്റിംഗ്സ് ഓപ്പൺ ചെയ്യുക. ഇവിടെ നിങ്ങൾ അങ്ങ് സെർച്ച് ചെയ്യുക. ലോക്ക് സ്ക്രീൻ നോട്ടിഫിക്കേഷൻ സെർച്ച് ചെയ്യുക, അല്ലെങ്കിൽ നോട്ടിഫിക്കേഷൻ സെന്റർ എന്ന് സെർച്ച് ചെയ്യുക. ഇവിടെ വന്നു കഴിഞ്ഞാൽ ലോക്ക് സ്ക്രീൻ നോട്ടിഫിക്കേഷൻ ഇതിൽ ക്ലിക്ക് ചെയ്യുന്നു. ഇവിടെ നിങ്ങൾക്ക് ലോക്ക് സ്ക്രീൻ നോട്ടിഫിക്കേഷൻ ഒന്നുകൂടി ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ 3 ഓപ്ഷൻ ഉണ്ട്. ഷോ ആപ്പ് ഉണ്ട്,